വിഷുവൊക്കെ എത്താറായില്ലേ? നമുക്ക് അടിപൊളി ഒരു സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്താലോ? വളരെ സിമ്പിളാണ്. ഈവൻ കൊച്ചു കുട്ടികൾക്ക് മുതൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ അത്. ഇതിനായിട്ട് ഞാനൊരു കുപ്പി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫുള്ളായിട്ട് ആക്രിലിക് പെയിൻറ്റ്, ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഒരു നല്ലൊരു ഫിനിഷ് ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഒറ്റ കോട്ട് അടിച്ചു കൊടുത്താൽ അത്ര ഫിനിഷ് ലുക്ക് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് 2 കോട്ടെങ്കിലും നിങ്ങൾ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ കാണിച്ചല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുന്ന സീസണൊക്കെ ആയതുകൊണ്ട് നമ്മുടെ എന്താണ് ഈ നോട്ടീസുകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് തരത്തില്ലേ, അപ്പോൾ ആ സമയത്ത് ദൈവങ്ങളുടെ പടങ്ങളും എല്ലാം കാണുമല്ലോ, അതുപോലെ കൃഷ്ണൻ്റെ പടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചും കൂടെ ഒരു ആ ഒരു പടത്തിന് കുറച്ചും കൂടെ നമ്മളൊരു കോപ്പി എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഗ്ലേസിങ് കൂടുതലായിരിക്കും. അതൊക്കെ കയ്യിലുള്ളവർ അതെടുത്ത് വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. ഇതിനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എന്ത് ഭംഗിയുണ്ടാക്കി കൃഷ്ണനെ കാണാനായിട്ട് ഭയങ്കര നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, വെണ്ണ കട്ട് നിന്നുന്ന കുഞ്ഞു കൃഷ്ണൻ. അങ്ങനെ ഇത് അതിനകത്ത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ഗോൾഡും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്യുന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പിക്ചറിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിന് 4 സൈഡ് ഒട്ടിച്ചിരിക്കുന്ന ആ പേപ്പറിൻ്റെ അടുത്ത് ഇതേപോലെ മെറ്റാലിക് ഗോൾഡ് ഡസ്റ്റ് ഇല്ല, അപ്പോൾ അത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ പേപ്പറിനകത്തും കൂടെ ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അവരവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ കയ്യൊപ്പ് ചേർത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നുന്നു. കൂടുതൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ദൂരെ നോക്കുകയാണെങ്കിലും അല്ല ഈവൻ അടുത്ത് നോക്കുകയെന്ന് പോലും പെട്ടെന്ന് നമ്മളിതൊരു ഇത് ഒട്ടിച്ചെടുത്ത് വെച്ചേക്കാമെന്നും ആരും പറയത്തില്ല കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാനൊരു കണിക്കൊന്നപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർത്ത് അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി എടുക്കുന്നുണ്ട്. അത് ഒരു വർഷമായല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ കയറി ഒന്ന് കാണണേ. ഇത് കാണുവാണെങ്കിൽ ഈ വീഡിയോ ഒന്നും ആരും കാണാൻ പോകുന്നില്ല, സാധാരണ വ്യൂ കുറഞ്ഞ ഒരു ചാനലാണ് എൻ്റേത്. അപ്പോൾ കാണുവാണെങ്കിൽ കൃഷ്ണനെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ ഒന്ന് കയറി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നൊന്നും കൂടെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.